ആ ലൂക്ക കേറിയോളാ. എന്റെ വീട് അത് കയറി വരാൻ എനിക്ക് ആരുടെയും പെർമിഷൻ ഒന്നും ഉണ്ടാവും. ലൂക്ക, ഇങ്ങനെയാണോ നീ ജിമ്മിനോട് സംസാരിക്കുന്നത്? പോയി ഫ്രഷ് ആയിട്ടോ. ഇങ്ങനെ സംസാരിച്ചാൽ എന്താ? ജിമ്മിന് എൻ്റെ ആരെങ്കിലും ആണോ? സാറൊക്കെ ഞങ്ങൾ കോളേജിൽ, ഇതെന്റെ വീടാ. ലൂക്ക, സ്റ്റോപ്പ് ഇറ്റ്. നിനക്ക് ഞാൻ ഇച്ഛയാണെങ്കിൽ ജിമ്മിനും നിനക്ക് ഇച്ഛ തന്നെ. അതെ, ജിമ്മിന് എങ്ങനെ എൻ്റെ ഇച്ഛയാവുക? എനിക്ക് വീട്ടിൽ കുറച്ച് പ്രൈവസി വേണം. ഇവിടെ ഓരോരുത്തർക്ക് കയറി ഇറങ്ങാനാവില്ല, അതും ഈ ടൈം. ജിമ്മിനാണെങ്കിലും വേറെ ആരാണെങ്കിലും. ജിമ്മിനല്ലേ ലൂക്ക, വേറെ ആരും അല്ലല്ലോ. ജിമ്മിൻ ഇവിടെ ആദ്യമായിട്ട് വരുന്നൊന്നും അല്ലല്ലോ. ജിമിൻ സാർ, ഇത് ഇച്ഛ മാത്രം താമസിക്കുന്ന വീടല്ല. ഒരു വീട്ടിൽ വരുമ്പോൾ അവിടെയുള്ളവർക്കൊക്കെ ഓക്കെ അല്ലേ ഇത്ര ലേറ്റ് നൈറ്റൊക്കെ നിൽക്കാവും. ആ വീട്ടിലുള്ള മറ്റുള്ളവർക്കൊക്കെ അൺകംഫർട്ടബിൾ ആവുന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നത് ശരിയാണോ സാർ? ലൂക്ക, നിന്നോടല്ലേ ഞാൻ നിർത്താൻ പറഞ്ഞേ? ഇച്ചേനോടല്ല, ജിമിൻ സാറിനോടാണ് ഞാൻ ചോദിച്ചത്. നിനക്ക് വാശി കൂടുന്നുണ്ട് ലൂക്ക. നാളെ ഞാൻ എനിക്ക് തോന്നിയ വേഗം കൊണ്ട് കയറി വരട്ടെ. അത് ഇച്ചയ്ക്ക് ഓക്കെ ആണെങ്കിൽ ജിമിൻ സാർ ഇവിടെ നിന്നോട്ടെ. അങ്ങനെ തോന്നിയ ഒരാളാണ് ജിമിൻ. നമുക്ക് എത്ര നാളായിട്ട് അറിയുന്നത് എനിക്ക്. ജിമിൻ ഇവിടെ 2 ദിവസത്തേക്ക് ഉണ്ടാവും. നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാൽ മതി. ജിമിൻ സാർ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല. ഇച്ചയ്ക്ക് ഞാൻ നിൽക്കണോ അതോ സാറ് നിൽക്കണോ? വീട്ടിൽ കയറി വന്ന ഒരാളെ ഇറക്കി വിടാൻ പറ്റില്ല. പറ്റില്ല, നീ ഇറങ്ങിപ്പോക്കോ. എങ്കിൽ ഞാൻ ഇറങ്ങിപ്പോക്കോളാം. ഇച്ച ജിമിൻ സാറിനെ കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരുന്നു. ഇച്ചയ്ക്ക് വഴക്ക് വേണ്ട, ഞാൻ പൊക്കോളാം. അല്ലെങ്കിൽ ലൂക്കിക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. അവൻ എന്താ അൺകംഫർട്ടബിൾ? നീ ഇവിടെ നിൽക്ക് ജിമിൻ. ലൂക്ക, നീ കയറിപ്പോ. ഇറ്റ്സ് ഓക്കെ ചേച്ചി, നമുക്ക് നാളെ കാണാം. ബൈ. നിനക്ക് സമാധാനമല്ലേ ലൂക്ക അവനെ ഇറങ്ങിപ്പോയപ്പോ? നല്ലോണമായി. ഞാൻ ഇറങ്ങാൻ പോവാം. ഇവിടെ നിൽക്ക് ലൂക്ക. നിനക്ക് എന്താ പറ്റി? ജിമിനോട് ആദ്യമായിട്ടല്ലേ വന്ന് നിൽക്കുന്നത്? എനിക്ക് ജിമിൻ സാറിന് ഇഷ്ടമില്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ഇച്ച എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നത്? എനിക്ക് നീ എന്താണോ അതുപോലെ തന്നെയാ ജിമിന് നീയും. ഞാൻ കെയർ ചെയ്യുന്ന പോലെ തന്നെ അവൻ നിന്നെ കെയർ ചെയ്യുന്നു. ജിമിന്റെ കാര്യമൊന്നും എനിക്കറിയണ്ട. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ആ പേഴ്സണെ എനിക്ക് ഇഷ്ടമില്ല. അവൻ നിന്നോട് എന്ത് ചെയ്തിട്ടാ? ജിമിൻ എൻ്റെ ചെറുപ്പം മുതലുള്ള നല്ല ഫ്രണ്ടാ. ഇച്ചക്ക് എന്താ? ഇച്ചക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളെ ഞാൻ ഇഷ്ടപ്പെടുത്താൻ നിൽക്കുന്നുണ്ടോ? ഇച്ചയുടെ ഫ്രണ്ടാണ്, ഞാൻ അയാളെ ഇഷ്ടപ്പെടണോ? ഇനി അയാളെ വീട്ടിൽ കൊണ്ടുവരരുത്. എനിക്ക് ജിമ്മിനോട് അങ്ങനെ പറയാനാവില്ല. നിനക്ക് പറ്റില്ലെങ്കിൽ നീ ഇവിടുന്ന് മാറി നിന്നു. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇനി അയാൾ വരാനൊന്നും പോകുന്നില്ല. സോ നോ പ്രോബ്ലം. പ്രിൻസിയുടെ മുഖം ചുവന്നിരിക്കുന്ന കാണാൻ നല്ല രസം. എന്തിനാ പ്രിൻസി ഇത്ര ചൂട്? നീ അധികം ചോമ്പിക്കാൻ നിൽക്കരുത്. ക്ലാസ് കഴിഞ്ഞിട്ട് എത്ര നേരമായി? ഇത്രയും ടൈം നീ എവിടെയായിരുന്നു? ഓ, ആ ബോധമൊക്കെ ഉണ്ട് പ്രിൻസിക്ക്. മീറ്റിംഗ് എന്ന് പറഞ്ഞ് ഇച്ച ഇവിടെ ഒന്നും സല്ലപിച്ച് നിൽക്കുകയല്ല. ഞാൻ കണ്ട ബസ്സൊക്കെ കാത്തു നിന്ന് കയറി തൂങ്ങി പിടിച്ച് ലേറ്റ് ആയിട്ടല്ലേ വരൂ. അല്ലാതെ എനിക്ക് BF ഒന്നും ഇല്ലല്ലോ ടൈമിന് കൊണ്ടുവരാൻ. ലൂക്ക, വായി തോന്നിയത് വിളിച്ച് പറയത്. ഒന്നുമില്ലെങ്കിൽ ഞാൻ നിന്റെ ഇച്ഛയല്ലേ. നീ ഏത് ബസ്സിലാണ് കയറി വന്ന്? നിന്നെ നിന്റെ ഫ്രണ്ട് കൊണ്ടാക്കിയതല്ലേ? ഞാൻ കാറിന്റെ സൗണ്ട് കേട്ടതാ. പിന്നെ ഏത് ബസ്സിലാണ് നീ കയറി? ഈ കിസ്സിംഗ് സീൻ്റെ ഇടയ്ക്ക് ഇച്ച അതൊക്കെ കേട്ടു. നീ ഇതെന്തൊക്കെയാ പറയുന്നേ? ആരാരെ ചെയ്തു എന്നാ? ജയകേശൻ അറിയില്ലേ? ഞാൻ കയറി വരുമ്പോൾ ജിമിൻ സാറും ജയകേശനും ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നല്ലോ. മാറി നിൽക്ക് ലൂക്ക. ലൂക്ക മാറി നിൽക്കണം. ജിമിൻ സാർ വന്നപ്പോ മാറി നിൽക്കണമെന്ന് ഞാൻ കണ്ടില്ലല്ലോ. നീ കുടിച്ചിട്ടുണ്ടോ ലൂക്ക? ഞാൻ നിന്റെ ഇച്ഛയാ. ബിഹേവ് യുവർ സെൽഫ്. മാറി നിൽക്ക. ഞാൻ കാണിച്ചു തന്നതല്ലേ നിങ്ങൾ എങ്ങനെയാ നിന്നതെന്ന്. ഞാനും ജിമിനും എങ്ങനെ നിന്നാ? നിനക്കെന്താ? ഞാനും ജിമിനും തമ്മിൽ പല ബന്ധങ്ങളുണ്ടാവും. അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമല്ല. നോ യു ലിമിറ്റ്സ് ലൂക്ക. അച്ഛനോട് എനിക്കെന്ത് ലിമിറ്റാ ഉള്ളത്? ഇല്ല. നിന്നെ ലിമിറ്റ് ഇല്ലാതെ കുഞ്ചിച്ച് വളർത്തിയോണ്ടാ ഇങ്ങനെയൊക്കെ. ഇനി നിന്റെ റൂമിൽ നിന്നാ ഞാൻ മാറാൻ പോവാ. ഇനി കഥ പറഞ്ഞതാ, അത് പറഞ്ഞതാ, ഇത് പറഞ്ഞതാന്ന് പറഞ്ഞ് ഏറ്റെടുത്തോട്ട് വാ. ഞാൻ വരുമ്പോ കഥ പറയാൻ ഓർത്ത് വെച്ചാണ്. അവന്ന് കുഞ്ചിയാ ഞാനങ്ങ് വീഴുന്ന അവൻ്റെ വിചാരം. ഞാനൊന്നും വീഴാൻ പോകുന്നില്ല. കുരുട്ട് സാധനം. ഇച്ചേ ടവൽ എടുക്കാൻ മറന്ന് ടവൽ കൊണ്ടിട്ടായോ? എങ്കിൽ നീ തോർത്തണ്ട അവിടെ നിന്നു. എന്തോ നിച്ച, എനിക്ക് പനി വരും കേട്ടോ. വരട്ടെ, നിന്റെ സ്വഭാവത്തിന് അത് വരണം. എന്നിട്ടോ വാ കയറിക്ക്. എന്താ അനക്കൊന്നുമില്ലാത്ത? ഇവന് ബോധം കെട്ട് വീണു. ലൂക്ക, ലൂക്ക, ഞാൻ കുളിച്ചതാ. നീ എന്നെ വിട്ടെ. പ്രിൻസിയുടെ ചൂടൊക്കെ ഒന്ന് തണുക്കട്ടെ. ലൂക്ക, കളിക്കില്ലേ, വിട്ടെ. എനിക്ക് പനി പിടിക്കും. മാറ്. എനിക്ക് പിടിക്കട്ടെ എന്ന് പറഞ്ഞല്ലേ, ഇച്ചയ്ക്കും പിടിക്കട്ടെ. ലൂക്ക,
നല്ല സോഫ്റ്റ്. ലൂക്ക, നീ എന്തായി കാണിച്ചേ? എന്നോട് ഇങ്ങനെയല്ലേ ചെയ്തേ അന്ന് കുടിച്ചിട്ട് വന്നിട്ട്, എന്നിട്ട് പോവാൻ എന്നോട് എന്തിനാ ചൂടാവുന്നേ? ലൂക്ക, ഐ ആം സോറി. എനിക്ക് സോറി ഒന്നും വേണ്ട, ഒരു കിച്ചൂടെ. ലൂക്ക മാറി. എന്തായി ചെയ്ത്? ഇച്ച വാതില് തുറക്ക്. ലൂക്ക, നീ ഇവിടെയാണോ കിടന്നേ? നിനക്ക് അപ്പുറത്തെ റൂമിൽ കിടന്ന എന്തായിരുന്നു? ഇവിടെ തണുപ്പടിച്ച് കിടക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇച്ച എഴുന്നേറ്റോ? ഞാൻ ഇച്ചിനെ കാത്തിരുന്ന് ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോയതാ. ലൂക്ക, ഐ എം സോറി. അന്ന് നൈറ്റ് ഞാൻ കുടിച്ചിട്ട് ബോധമില്ലാതെ ബോധമില്ലാതെ വെള്ളിച്ചാണ് സൗണ്ട് ഇല്ലേ അത്? അയ്യോ, ഇച്ചാച്ചി ഇന്ന് വരുന്നു പറഞ്ഞാനോ? മാറി നിൽക്ക് ലൂക്ക. ആ ഇച്ചാച്ചി ഇതാ വരുന്നു. ലൂക്ക, ഇതൊന്നും ഇച്ചാച്ചി അറിയരുത്, ഇച്ചാച്ചിയോട് പറയരുത്. നിങ്ങൾ ഇതുവരെ റെഡിയായില്ലേ? ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇറങ്ങാൻ നിൽക്കുമായിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പോയി റെഡിയാകും. അന്നേരത്തേക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആക്കി വെക്കാം. ചില വേഗം. സമയം എത്രയായിരുന്നാ? ഓക്കെ ചേച്ചി. ലൂക്ക, നീ പോയി കുളിച്ചോ. എനിക്കൊരു ഫയൽ നോക്കാനുണ്ട്. ഇന്നലെ നൈറ്റ് എനിക്കൊന്നും നോക്കാൻ പറ്റിയില്ല. ഈ തണുപ്പ് ജഗേജ, ഞാൻ കുളിച്ചു കഴിഞ്ഞു. ജഗേജൻ കയറിക്കോ. ആ ലൂക്ക, ഞാൻ ഇതാ വരുന്നു. ലൂക്ക, എഴുന്നേക്ക്. നീ എന്താ കാണിക്കുന്നു? ഇച്ചാച്ചി ഇവിടെ ഉണ്ട്. ഇച്ചാച്ചി ഇല്ലെങ്കിൽ ഓക്കെ ആണോ? എൻ്റെ ക്ഷമ നീ പരീക്ഷിക്കരുത് ലൂക്ക. ഇന്നലത്തെ കെട്ടിത്തരം ഇറങ്ങിയില്ലോ. അതൊക്കെ എപ്പോഴേ ഇറങ്ങി. ലൂക്ക വേണ്ട, മാറി. അടങ്ങിയിരിക്കും ജഗേജ, ഇല്ലെങ്കിൽ ഇച്ചാച്ചിനെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വിളിക്കും. നിങ്ങൾ ഇതുവരെ റെഡിയായില്ലേ? ആ ദാ വരുന്ന വെള്ളിച്ച. മാറി നിൽക്ക് ലൂക്ക, ഇച്ചാച്ചി വിളിക്കുന്ന കേട്ടില്ലേ? വെള്ളിച്ച വന്നാലേ വെറൈറ്റി ആയിട്ട് ഓരോന്ന് കഴിക്കാനാവും. ഓ, എന്നാ നീ വെള്ളിച്ചയുടെ കൂടെ പോയി നിന്നോ. എന്തിനാ കഷ്ടപ്പെട്ട് എൻ്റെ കൂടെ നിൽക്കുന്നത്? അതിന് ജയകേസിന്റെ ഫുഡ് ഇഷ്ടമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കണ്ടോ വെള്ളിച്ച, ഈ ജയകേസിന് എന്നോട് ഒരു സ്നേഹവും ഇല്ല. അവൻ കുഞ്ഞല്ലേ, നീ കഴിക്കടാ ലൂക്ക. ഓ, കൊഞ്ചിച്ചിങ്ങനെ തലേ കയറ്റി വെക്ക്. കണ്ടോ കണ്ടോ, ജയകേസിനെ വെള്ളിച്ചനെ സ്നേഹിക്കുന്നതേ ഇഷ്ടമില്ല. നീ എന്റെ കൊച്ചിനെ മര്യാദ നോക്കുന്നില്ലേ? പറ 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 പറ. ഓ, ഒരു കൊച്ച്. വെള്ളിച്ച എന്നാ തിരിച്ചു പോകുന്ന? എന്താണ് ലൂക്ക, നിനക്ക് എന്നെ പറഞ്ഞു വിടാൻ തിരക്കായോ? ഏയ് അതല്ല, വെള്ളിച്ച ഇവിടെ നിൽക്കുന്ന എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, അല്ല ജയിക്കച്ച? ഞാൻ കാണുന്നുണ്ട്. നീ എന്താണ് മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല അച്ഛാ.
നിങ്ങൾക്കിടയ്ക്ക് എന്റെ എവിടെ ഒന്ന് വന്നു നിന്നൂടെ? നിങ്ങളെ വിളിച്ച് മടുത്തിട്ടാ ഞാനായിട്ട് ഇങ്ങോട്ട് പോകുന്നത്. ലൂക്കയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, പണ്ടേ അവന് ചേക്കേസിനോട് അതായിരുന്നു. നീ പണ്ട് ചേക്കയുടെ മടിയിൽ നിന്ന് ഇറങ്ങില്ലായിരുന്നു, അറിയോ ലൂക്ക? ആ ഇപ്പോഴും ഇറങ്ങാറൊന്നുമില്ല. നിനക്ക് ഓർമ്മയുണ്ടോ ചേക്കെ പണ്ടിന്? ഈ ചേച്ചി എന്ന് തിരിച്ചു പോകുന്ന പറഞ്ഞ് ബെസ്റ്റ് മൂത്തത് കളയതും ഒക്കെ കണക്കാ. പിന്നെ എങ്ങനെയാ ഈ ലൂക്ക നന്നാവുക? നീ പിന്നെ എങ്ങനെയാ ലൂക്ക നന്നാവുക? നിന്നെയല്ലേ അവനെ നോക്കി ഏൽപ്പിച്ചേക്കുന്നത്. ഇച്ച ചോദിച്ചു വാങ്ങി. ഓ വലിയ തമാശ. നീ ഇവിടെ വിളിച്ചോണ്ടിരുന്നോ? ഞാൻ പോവാ. ഇല്ലെങ്കിൽ ഇന്നലത്തെ പോലെ ബസ്സിന് തൂങ്ങിപ്പിടിച്ച് വന്നാൽ മതി. ദാ വരുന്നു. വിളിച്ചേ, ഞാൻ പോവാണേ. വൈകുന്നേരം കാണാവേ. ബൈ. ശരി ശരി. ഇതിങ്ങനെ ടീച്ചർ എന്താടാ പതിവില്ലാതെ നമ്മുടെ ക്ലാസ്സിലോട്ടൊക്കെ? ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഞാൻ വന്ന് ഗെറ്റ് ഔട്ട് ഫ്രം മൈ ക്ലാസ്. ഇപ്പൊ ഇറങ്ങണം. അത് ഞാനൊന്നും ചെയ്തില്ല സർ. ഐ സെഡ് ഗെറ്റ് ഔട്ട്. നിന്റെ ന്യായീകരണം എനിക്ക് കേൾക്കണ്ട. ലൂക്ക ഇതെവിടെ പോയി? ഹലോ ലൂക്ക, നീ എവിടെയാ? ഞാൻ ലൈബ്രറിയിലുണ്ട് ചേക്കച്ച. നിനക്കെപ്പോഴാ ഈ നല്ല സ്വഭാവമൊക്കെ തുടങ്ങി? ഓക്കെ ഫൈൻ, നീ അവിടെ വെയിറ്റ് ചെയ്യും. ഞാൻ ഇതാ വരുന്നു, ഒരു 2 മിനിറ്റ്. ലൂക്ക, നിനക്ക് ക്ലാസ്സിലൊന്നും കയറണ്ട. ഇത്രയോടെ അറിഞ്ഞു തിരിഞ്ഞ് നടന്നാൽ മതിയോ? അതൊരു മോരടാൻ ക്ലാസ്സിൽ കയറി വന്നപ്പോഴേ അയാൾ എന്നെ ഗെറ്റ് ഔട്ട് വെച്ചു. അതിന് സ്വഭാവം നന്നാവണം ആദ്യം. അതിന് എന്റെ സ്വഭാവത്തിന് എന്താ ഒരു കുഴപ്പം? ക്ലാസ്സിലിരുന്ന് അഭ്യാസം കാണിച്ച നിന്റെ സ്വഭാവത്തിന് ഒരു കുഴപ്പമില്ല. ഞാൻ എന്തു കാണിച്ചു എന്നാ? അത് നീയല്ലേ ക്ലാസ്സിലിരുന്ന് ചുണ്ടോണ്ട് കിസ് ചെയ്യുന്ന പോലെയൊക്കെ കാണിച്ചു. ഞാൻ ഇച്ചയെ ക്ലാസ്സിൽ അത്രയും പേരുടെ മുമ്പിൽ വെച്ച് കിസ് ചെയ്തു. ലൂക്ക ഒന്ന് പതിയെ, ലൈബ്രറിയാ. അത് ഇച്ചനെ കാണിച്ചെന്ന് അറിയുമോ? ഇച്ചയുടെ പുറകെ ഞങ്ങളുടെ ക്ലാസ് മോണിറ്റർ നാൻസി നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അവളെ കാണിച്ചതാ. അവൾക്കൊരു കുഴപ്പമില്ല. എന്നിട്ട് കണ്ടതെന്ന് ഇച്ചയ്ക്കാണോ കുഴപ്പം? അതാരെയാണെങ്കിലും എന്താ, ക്ലാസ്സിൽ ഇരുന്നാണോ ഒരു തോന്നിവാസം കാണിക്കുന്നത്? നീ ക്ലാസ്സിൽ പോകുന്നു നോക്കൂ. ലൂക്ക, വലിയൊരു കാര്യം അറിയോ? ഇന്നുണ്ടല്ലോ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. എന്തൊരഭിനയത്! ഞാൻ ഗെറ്റോട്ട് പറഞ്ഞപ്പോ ഒരു ഉളുപ്പില്ലാതെ ഇറങ്ങിപ്പോയവനാ. നിന്ന് കാരണം നോക്ക്. നീ എന്തിനാ എന്റെ കൊച്ചിനെ പുറത്താക്കിയ? പുറത്താക്കി നന്നായി. അവന്റെ കയ്യിലിരിപ്പിന്റെയാ. അവൻ ക്ലാസ്സിലിരുന്ന് ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നു. പുറത്താക്കണ്ടേ ഞാൻ? അതിനിപ്പോ എന്താ? അവന്റെ ഏജ് അതില്ലേ ചേക്ക്. അല്ലാതെ നിന്നെ പോലെ മൂത്ത് നരച്ച് സിംഗിൾ ആയിട്ട് ഇരിക്കുന്ന എല്ലാരും. അതിനെന്താന്നോ, ഞാൻ അവിടെ കിടന്ന് വായിട്ട് അലിക്കുമ്പോണോ മറ്റു തോന്നിവാസം? ഒന്നുമില്ലല്ലോ, അവനവന്റെ ചീഫിനെ അല്ലേ കാണിച്ചേ, നിന്നെയൊന്നും അല്ലല്ലോ. ആരെ കാണിച്ചാണേലും എന്റെ ക്ലാസ്സിലിരുന്ന് ഞാൻ സമ്മതിക്കില്ല. ഞാൻ കമ്മിറ്റഡ് ആവുന്നതിന് ജേക്കച്ചൻ അസൂയ വലിയച്ച. കൊച്ചേർക്കാൻ മിണ്ടാതിരുന്നോ? ഈ ഇച്ചാച്ചി ഇവനെല്ലാം വളം വെച്ച് കൊടുക്കുന്നത്. ഒന്ന് നിർത്തുക രണ്ടും. ചേക്കെ, നീ ഇന്ന് ഇവന്റെ പുറത്താക്കിന് പകരമായിട്ട് നാളെ ഇവനെ നീ ഒന്ന് ഷോപ്പിങ്ങിന് കൊണ്ടുപോയിക്കും പോരെ? മതിയോടെ ലൂക്ക? അതങ്ങനെ ശരിയാവും? ഇപ്പൊ കറക്റ്റേ. എന്നാ ഞാൻ പോയി കിടക്കട്ടെ. പോയിട്ട് ചേക്കേത്.
ലൂക്ക, നാൻസി ആരാ? ആരാ? ഞങ്ങൾ ക്ലാസ് മോണിറ്റർ. ഇച്ച കയറിയില്ലേ? അതല്ല, നാൻസി നീയുമായിട്ട് എന്താ റിലേഷൻ? ആരായ ഇച്ചക്ക് എന്താ? നോ യുവർ ലിമിറ്റ്സ് ഇച്ച. ഓ പാശി, ഞാൻ നിന്റെ ഇച്ഛയാ ലൂക്ക. നീ ശരിയായ വഴിക്കാണോ തെറ്റായ വഴിക്കാണോ പോകുന്നത് നോക്കാനുള്ള റൈറ്റ് എനിക്കുണ്ട്. എങ്കിൽ ഞാൻ ഇച്ചയുടെ അനിയനാ. ഇച്ച നേരെ വഴിക്കാണോ പോകുന്നത് നോക്കാനുള്ള റൈറ്റ് എനിക്കും ഉണ്ട്. എങ്കിൽ പറ, ജെ.കെ.സിനും ജിമിൻ സാറും തമ്മിൽ എന്താ ബന്ധം? ആ അത് ഓക്കെ ഫൈൻ, ഞാൻ കിടക്കാൻ പോകുന്നു. ഗുഡ് നൈറ്റ്. ലൂക്ക ഉറങ്ങാതെ. ഉറങ്ങി. ഇച്ചാച്ചി ഉറങ്ങിയോ? ഉറങ്ങി കിടക്കുന്ന ആളെ വിളിച്ച് എഴുതിപ്പിച്ചിട്ട് ഉറങ്ങുവാണോ? അതെ ഇച്ചാച്ചി, നിനക്കിപ്പോ എന്താ വേണ്ടത് ജയിക്ക്? നാസ ശരിക്കും ലൂക്കയുടെ GF ആയിരിക്കോ? അതവന്റെ GF ആണെന്നല്ല പറഞ്ഞു. ആയിരിക്കും. ഈ ലൂക്കയും നാൻസിയും തമ്മിൽ എന്തെങ്കിലും ഉണ്ടാവോ? നമുക്ക് കെട്ടിച്ചു കൊടുക്കാം. കെട്ടിച്ചു കൊടുക്കാനോ? അതൊന്നും വേണ്ട. എന്താണ് നിനക്ക് ജയിക്ക്? ഞാൻ കെട്ടിച്ചു കൊടുക്കണ്ട. ഇപ്പൊ കിടന്നുറങ്ങാൻ നോക്ക്. അപ്പൊ അവന് വിഷമാവൂലേ? നിനക്കപ്പോ ശരിക്കും എന്താ വേണ്ടേ? കെട്ടിച്ചു കൊടുക്കണോ വേണ്ടേ? ഒന്നും വേണ്ട. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും. മനുഷ്യന്റെ ഉറക്കം കളയാൻ നടക്കുക. ഗുഡ് നൈറ്റ്. നാളെ നേരം വെളുത്തിട്ട് കെട്ടിച്ചാ പോരെ. ഇപ്പൊ കെട്ടിക്കണ്ടല്ലോ. പോയി കിടക്ക്. ചെല്ലേ പോ. എന്നാലും ഇച്ചാച്ചി ഉറങ്ങിയോ? എന്നാലും ഇനി ഇവര് തമ്മിൽ എന്തെങ്കിലും ഉണ്ടാവോ? ഞാൻ വാശിക്ക് എന്നെ പറ്റിക്കാൻ പറഞ്ഞതായിരിക്കുമായിരിക്കില്ലേ? Luca. Luca. Shh. Luca. Luca.